കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരത്തില് 7 സെന്റ് സ്ഥലത്തില് ഒരു 1400 സ്ക്വയർ ഫീറ്റ് വീട് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിലാണ്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല തന്നെയാണ്. നല്ലൊരു വീടുകളൊക്കെ ഉള്ള നല്ലൊരു മേഖലയാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും നല്ല വീടുകളൊക്കെ അടുത്തുണ്ടെന്നുള്ളത്. 50 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്നു, നെഗോഷ്യബിൾ കൂടിയാണ്. സാമാന്യം നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. നല്ലൊരു അകത്തെ ആ മോഡലൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വീട് നന്നായിട്ട് പണിയാൻ ബിൽഡർക്ക് പറ്റുകയുള്ളൂ. പ്ലാൻ നന്നായിട്ട് വരയ്ക്കുന്ന എഞ്ചിനീയറെ കൂടി നമുക്ക് കിട്ടണം. അത് നല്ലൊരു പ്ലാനായിട്ട് എനിക്ക് തോന്നി. ഒരു ചെറിയ വീട് പണിയാനായിട്ട് ഏറ്റവും നല്ല പ്ലാനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീടിൻ്റെ 50 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഒരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണികളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മേഖലയാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉത്തമമായിട്ടുള്ള നല്ലൊരു വീട് എന്ന് തന്നെ തോന്നി. അപ്പോൾ നമുക്ക് വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. തുടക്കം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗേറ്റിന് അതുപോലെ തന്നെ വീടിൻ്റെ വ്യൂ ആണെങ്കിൽ നല്ലൊരു വ്യൂ ഉള്ള വീട്, നല്ലൊരു കളർഫുള്ളായിട്ടുള്ള രീതിയിലുള്ള വീട് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന ഒരു വീട്, നല്ല ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീട്. അതൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ള കാര്യങ്ങളുള്ളത്. കാരണം അത്രയ്ക്ക് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണുവാനായിട്ട്. നമ്മൾ നേരെ ഗേറ്റ് തുറന്ന് നമ്മൾ CNC കട്ടിങ്ങുള്ള ഗേറ്റൊക്കെയാണ്. നല്ല ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ വെള്ളവും കുഴൽക്കിണർ വെള്ളവുമാണ് ഇവിടെയുള്ളത്. ഇഷ്ടംപോലെ വെള്ളമുള്ള പൈപ്പ് ലൈനാണ്. പിന്നെ മേടിക്കാൻ വരുന്നവർക്ക് സ്വന്തമായിട്ടൊരു കിണറില്ലേ എന്ന് ചോദിക്കും എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ കുഴൽക്കിണർ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ് പൈപ്പ് ലൈൻ വെള്ളം തന്നെ. ഇവിടെ നല്ലൊരു വലിപ്പമുള്ള കാർ പോർച്ചിൻ്റെ ചുറ്റിലും ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വേണമെങ്കിൽ കയറ്റിയിടാവുന്ന രീതിയിലുള്ള ഇൻ്റർലോക്ക് സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുക. നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കിടക്കുകയാണ്. സിറ്റ് ഔട്ടിലേക്ക് കയറി നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഡബിൾ പാളിയാണ് ഡോറ് കൊടുത്തിരിക്കുക. ഡോറ് തേക്കാണ്. നേരെ ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു സ്വീകരണ മുറിയിൽ ഒരു TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല ജനൽപ്പാളികളാണ് കൊടുത്തിരിക്കുക. കാരണം എന്ന് വെച്ചാൽ വായുവൊക്കെ നന്നായിട്ട് കയറി ഇറങ്ങാം. അതിൽ 4 പാളി ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടുന്ന് ചെറിയൊരു പാർട്ടീഷൻ വർക്ക് നമുക്ക് കാണാം. ഈ പാർട്ടീഷൻ വർക്കിന് അപ്പുറത്താണ് ഡൈനിങ് ഹാള്. 1400 സ്ക്വയർ ഫീറ്റ് വെച്ചുകൊണ്ട് 1400 മേളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് വന്നിരിക്കുക. എല്ലാം മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ലൊരു ഓപ്പൺ കിച്ചൺ. അതായത് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ളൊരു കിച്ചണാണ് ഇവിടെ കാണുന്നത്. അതിന് മുൻപ് നമുക്ക് ബെഡ്റൂമുകളൊന്ന് കണ്ടിട്ട് നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കാരണം കിച്ചൺ അവസാനം കാണാം. നമുക്ക് ഏറ്റവും നല്ല ഭാഗം ഏറ്റവും അവസാനം കാണണമെന്നല്ലേ പറയുക. അതുകൊണ്ട് തന്നെ കിച്ചൺ നല്ല മനോഹരമായ കിച്ചണാണ്. അത് നമുക്ക് അവസാനം കാണാം. ഇവിടെ ജനൽപ്പാളികൾ സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. AC പോയിൻ്റ് കാണാം. അതുപോലെ തന്നെ ഈ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ നിന്നും ഈ ടോയ്ലറ്റിലേക്ക് കയറുന്ന എൻട്രൻസ്.
അപ്പോൾ നല്ല വാഷ് ഏരിയ കാര്യങ്ങൾ, ടോയ്ലറ്റൊക്കെ എല്ലാം കമ്പനി സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ടോയ്ലറ്റ്, കബോർഡുകളാണെങ്കിലും മൾട്ടിവുഡിൻ്റെ നല്ല കബോർഡുകൾ. നമുക്കത് നേരിൽ വന്ന് കാണുമ്പോഴേ അറിയുള്ളൂ. നല്ല കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മൾ നേരെ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. 3 ബെഡ്റൂം വീടാണ്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി ലോൺ ഈ പ്രോപ്പർട്ടി തന്നെ ഈട് വെച്ച് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാം. തിരിച്ചടവിനുള്ള സോഴ്സ് ഉണ്ടായേച്ചാൽ മാത്രം മതി. അത് സാലറി ആയിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവർ, ഇൻകം ടാക്സ് ചെയ്യുന്നവരായിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും. അപ്പോൾ ഇവിടെ നമ്മൾ 3 ബെഡ്റൂം 2 ബെഡ്റൂം കണ്ടു. 3ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ ആദ്യം കാണാമെന്ന് പറഞ്ഞ നമ്മുടെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഗംഭീരമായിട്ടുള്ളൊരു കിച്ചൺ, ഓപ്പൺ കിച്ചണാണ്. അവിടെ ഇട്ടിരിക്കുന്ന ടൈല് വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക, ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് ജിപ്സം വർക്കുകൾ കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. നല്ല മോഡുലാർ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുക ഈ കിച്ചൺ. എന്ത് ഗംഭീരമായൊരു കിച്ചണാണെന്ന് നോക്കിക്കോളൂ. നല്ല അടിപൊളി കിച്ചൺ തന്നെയാണ്. വലിപ്പം കൊണ്ടാണെങ്കിലും കബോർഡ് വർക്കുകൾ കൊണ്ടാണെങ്കിലും ഗ്രാനൈറ്റിൻ്റെ വർക്കുകൾ കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. അവിടുന്ന് നേരെ വർക്ക് ഏരിയയിലേക്ക് നമുക്ക് ഇറങ്ങാം. ഇതാണ് വർക്ക് ഏരിയ. നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഈ വീടും സ്ഥലവും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരായിരിക്കും ഈ വീട് ചിലപ്പോൾ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ടും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്ത് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.